everyone, welcome to a new episode of 365 Days of English. I'm Shruti. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ഹാസ് ഹാവ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഹാഡും പഠിച്ചു. അപ്പം ഹാസ് ഹാവിന് നമ്മൾ പറഞ്ഞു ഒരുപാട് മീനിങ്സ് ഉണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ വേറൊരു മീനിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ മുന്നിൽ തുടങ്ങി വെച്ചൊരു കാര്യം ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ഹാവ് ബീൻ ആൻഡ് ഹാസ് ബീൻ. അപ്പം ഐ യു ദേവി നമ്മൾ പറഞ്ഞു ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഹീ ഷീ ടോം ഹാസ് ആണ്. അപ്പം ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഞാൻ 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours. ഓക്കെ, അപ്പം അവനാണെങ്കിലോ അവൻ 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും? ഹി ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours. അതുപോലെ ഞാൻ ഇംഗ്ലീഷ് കെയറിൽ 2 years ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് കെയർ ഫോർ 2 years. അതുപോലെ അവളാണെങ്കിലോ ഷീ ഹാസ് ബീൻ വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് കെയർ ഫോർ 2 years. ഓക്കെ, ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇവരുടെ കൂടെ ഹാവും ഇവരുടെ കൂടെ ഹാസും. ഓക്കെ, ലൈക്ക് ദാറ്റ്. അത് നമ്മൾ ഇപ്പം അങ്ങനെയല്ല എന്ന് പറയാനോ? ഞാൻ 2 കൊല്ലമായിട്ട് ഇംഗ്ലീഷ് കെയറിൽ വർക്ക് ചെയ്യുകയല്ല. ഐ ഹാവൻറ്റ് ബീൻ വർക്കിംഗ് അറ്റ് ഇംഗ്ലീഷ് കെയർ ഫോർ 2 years. ഓക്കെ, ജസ്റ്റ് ഒരു ഹാവിൻ്റെ കൂടെ നോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഹാവൻറ്റ്, ഹാവ് നോട്ട്, ഹാവൻറ്റ്. അതുപോലെ അവളാണെങ്കിലോ ഷീ ഹാസൻറ്റ്, ഹീ ഹാസൻറ്റ്, ടോം ഹാസൻറ്റ്. ഓക്കെ, ഷീ ഹാസൻറ്റ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours. അവൾ 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ഓക്കെ, ഇനി അത് ക്വസ്റ്റ്യൻ ആവുമ്പോൾ എങ്ങനെയാവും? നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആകുമ്പം ആ സെക്കൻഡുള്ള ആൾ ഫ്രണ്ടിൽ വരും. ഹാവ് യു ബീൻ? ഓക്കെ, ഹാവ് യു ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours? നീ 2 മണിക്കൂറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ, അപ്പോൾ അവളാണെങ്കിലോ ഹാസ് ഷീ ബീൻ പ്ലേയിങ് ഫോർ 2 hours? അവൾ 2 മണിക്കൂറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ, ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 2 days. ഞാൻ 2 ദിവസമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവളാണെങ്കിൽ അല്ലെങ്കിൽ ടോം ആണെങ്കിൽ ടോം ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 2 days. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. നമ്മൾ മുന്നേ തുടങ്ങി വെച്ച ഒരു കാര്യം ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യേണ്ട ടേമാണ് ഹാവ് ബീൻ ആൻഡ് ഹാസ് ബീൻ. ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് യോഗ for 1 week. I haven't been practicing yoga for 1 week. Have I been practicing yoga for 1 week? അപ്പോൾ അവളാവുമ്പോഴോ has she been practicing yoga for 1 week? Yeah, she has been practicing yoga for 1 week. അല്ലെങ്കിൽ she hasn't been practicing yoga for 1 week. Okay, that's the difference. അപ്പോൾ ഹാസ് ഹാവിൻ്റെ ഡിഫറെൻറ്റ് മീനിങ്സ് നമ്മളിപ്പോൾ 3 വീഡിയോസിലായിട്ട് പഠിച്ചു. ഇനി നെക്സ്റ്റ് കോണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.